أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്ത പ്രത്യേകമായ പദവികളെക്കുറിച്ചും അവിടുത്തെ ഖസായിസുകളെക്കുറിച്ചുമാണ് നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാധാരണ ഒരു മനുഷ്യൻ എന്നുള്ള നിലക്കല്ല ഉള്ളത്. വഅമ്മാ മാ ജാഅ മിൻ ദിക്രിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഐ ദിക്രി ഇസ്മിഹി വസിഫതിഹി വസിഫതി ഉമ്മതിഹി ഫിൽ കുതുബിൽ ഖദീമ. തങ്ങളുടെ പേരിൻ്റെ ചർച്ച, അതുപോലെ അവിടുത്തെ സിഫത്തിൻ്റെത്, അവിടുത്തെ ഉമ്മത്തിൻ്റെ സിഫാത്തുകൾ, ഇതെല്ലാം പൂർവകാല കിതാബുകളിൽ വന്നിട്ടുണ്ട്. ഇതാ പൂർവകാല കിതാബ് എന്ന് പറഞ്ഞാൽ തൗറാത്തിൽ മുനസ്സലത്തി അല മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇറക്കിയ തൗറാത്ത്, വൽ ഇൻജീലിൽ മുനസ്സലി അല ഈസ അലൈഹി സ്വലാമിന് ഇറക്കിയ ഇൻജീലി അലൈഹിസ്സലാത്തു വസ്സലാം വഗൈരിഹിമ, അങ്ങനെ മറ്റു പലതും. ഖാല അല്ലാഹു തആല വഇന്നഹു ലഫീ സുബുരിൽ അവ്വലീൻ എന്ന് ഖുർആനിലുണ്ട്. തങ്ങൾ പൂർവകാല വേദങ്ങളിലുണ്ടല്ലോ. അപ്പോൾ ഈ പ്രത്യേക സമയത്ത് ആമിന വെച്ച് ഒരാളായി, ഒരു നേതാവായി, പിന്നെ ഒരു പോസ്റ്റ്മാൻ്റെ പണി കിട്ടി, പിന്നെ പണിയിൽ രാജിവെച്ച്, ഇതൊക്കെയാണ് തങ്ങളെപ്പറ്റി ചീത്ത വാക്ക് പറയുന്നത്. ഒക്കെ തെറ്റാണ്. അന്നും ഇസ്ലാമികമേ അല്ല. വഇന്നഹു ലഫീ സുബുരിൽ അവ്വലീൻ, പൂർവികന്മാരുടെ കിതാബുകളിൽ തങ്ങൾ ഉണ്ട് എന്നാണ് പറഞ്ഞത്. വഖാലൽ ഇമാമു സുബ്കി റളിയല്ലാഹു അൻഹു ഫീ തായിയത്തിഹി, ഇവിടെ തായിയത്തുണ്ട്, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന തായിയത്ത് തന്നെ. വഫീ കുല്ലി കുതുബില്ലാഹി നഅതൂക ഖദ് അതാ യഖുസ്സു അലൈനാ മില്ലതൻ ബഅദ മില്ലതി സ്വലാത്തുൻ വതസ്ലീമുൻ വഅസ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈറിൽ ബരിയതി. അല്ലാഹുവിൻ്റെ മുഴുവൻ കിതാബുകളിലും തങ്ങളുടെ നഅത്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് വിവരിച്ചു തരുന്നതാണ്. മില്ലത്തും ബഅദ മില്ലത്തി, ഓരോ തലമുറക്ക് ശേഷം ഇങ്ങനെ വിവരിക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ മനുഷ്യനാണെന്ന് പറയും, ഇപ്പോൾ അടുത്ത് തുടങ്ങിയ ഭ്രാന്താണ്. وقال آخر من قبل مبعثه جاءت مبشرة به زبور وتوراة وإنجيل. من قبل مبعثه എന്ന് പറഞ്ഞാൽ തങ്ങളെ റസൂലാക്കി ഇവിടെ ആക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ജാഅത്ത് മുബശ്ശിറത്തൻ ബിഹി, തങ്ങളുടെ സന്തോഷവാർത്ത അറിയിക്കുന്നതായിട്ട് വന്നിട്ടുണ്ട്. എന്ത്? സബൂർ, തൗറാത്ത്, ഇൻജീൽ. ഫമിൻ ദാലിക, അതിൽപ്പെട്ടതാണ് അന്നഹു ഖദ് ജാഅ അന്നസ്മഹു ഫി തൗറാത്തി അഹ്മദു എന്ന്. തൗറാത്തിൽ തങ്ങളുടെ പേര് അഹ്മദ് എന്നാണ്. യഹ്മദുഹു അഹ്ലുസ് സമാഇ വൽ അർള്, ആകാശഭൂമികളിൽപ്പെട്ട സകലരും, ബുദ്ധിജീവികൾ, ബുദ്ധിയില്ലാത്ത ഭ്രാന്തന്മാരുടെ വാക്ക് നമ്മൾ കണക്കെടുക്കേണ്ടിയില്ല, തങ്ങളെ സ്തുതിച്ചു. വഖദ് ഖീല ഫീ സബബി നുസൂലി ഖൗലിഹി തആല വമൻ യർഗബു അൻ മില്ലതി ഇബ്രാഹീമ ഇല്ലാ മൻ സഫിഹ നഫ്സഹു എന്ന് സൂറത്തുൽ ബഖറയിലുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ മില്ലത്തിനൊത്തൊട്ട് ആരെങ്കിലും തെറ്റുകയാണെങ്കിൽ അവന് ബുദ്ധിയല്ലാതെ തെറ്റൂല എന്നാണ് പറഞ്ഞത്. സ്വന്തം നഫ്സിനെ തന്നെ ബുദ്ധിയാക്കി ആക്കല്ലാണ്ട് തെറ്റാൻ കഴിയൂല. അതിൻ്റെ സബബുൻ നുസൂൽ എന്താണ്? അന്ന അബ്ദുല്ലാഹി ബിൻ സലാം റളിയല്ലാഹു അൻഹു ദഅ ഇബ്നൈ അഖീഹി സലമത വ മുഹാജിറൻ ഇലൽ ഇസ്ലാം, മൂപ്പരുടെ സഹോദരൻ്റെ രണ്ട് മക്കളെ
അല്ലെന്ന് ഒന്ന് സലമത്തും ഒന്ന് മുഹാജിറും ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. എന്നിട്ട് ക്ഷണിച്ചെന്ത് പറഞ്ഞു? ഫക്കാല ലഹുമ, രണ്ടുപേരോടും പറഞ്ഞു, ഖദ് അലിംതുമാ അന്നല്ലാഹ തആല ഖാല ഫി തൗറാത്തി, അല്ലാഹു സുബ്ഹാനഹു വ തആല തൗറാത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാലോ. എന്താ പറഞ്ഞത്? ഇന്നി ബാഇസുൻ മിൻ വുൽദി ഇസ്മാഈല, ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെ പാരമ്പര്യത്തിൽ കൂടി ഞാൻ അയക്കും നബിയ്യൻ, ഒരു നബിനെ. ഇസ്മുഹു അഹമ്മദ്, അവരുടെ പേര് അഹമ്മദ് എന്നാകുന്നു. മൻ ആമന ബിഹി ഫഖദ് ഇഹ്തദാ വറശദ്, തങ്ങളെ കൊണ്ട് ആര് വിശ്വസിച്ചോ അവൻ ഹിദായത്ത് സിദ്ധിച്ചു, സന്മാർഗത്തിലായി. വമൻ ലം യുഅ്മിൻ ബിഹി, തങ്ങളെ കൊണ്ട് വിശ്വസിക്കാത്തവർ ഫഹുവ മൽഊൻ, അവൻ മൽഊന, ശപിക്കപ്പെട്ടവനാണ് എന്ന്. ഫഅസ്ലമ സലമത്തു, സലമത്ത് വിശ്വസിച്ചു. വഅബാ മുഹാജിറുൻ, മുഹാജിർ സമ്മതിച്ചില്ല. ഫഅൻസലല്ലാഹു തആല, അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു തആല ആയത്തിറക്കിയത് മില്ലത്ത് ഇബ്രാഹിം, അത് തന്നെയാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനെ തൊട്ടാരെങ്കിലും തെറ്റി നടക്കുകയാണെങ്കിൽ അവൻ വിഡ്ഢി മാത്രമാണ് എന്നാണ് പറഞ്ഞത്. ഇനി വസ്മുഹു ഫി തൗറാത്ത് ഐലൻ, തൗറാത്തിൽ വീണ്ടും പേര് വന്നിട്ടുണ്ട്. ഹിംജാത്ത, ചില കിതാബിൽ ഹിംതായ എന്ന് യാ കൊണ്ട് സമാപിക്കുന്നത് കാണും. വലിയ മഹദി മൗലൂദില്ലേ സിബത്തായ ഹിംതായ, അയ്യഹമിൽ ഹറമ മിനൽ ഹറാം, ഹറാമായ പ്രവർത്തനങ്ങളെ തൊട്ട് ഹറമിനെ കാക്കുന്നവർ എന്നാണ് ഹിംജാത്ത അല്ലെങ്കിൽ ഹിംതായ. ഇത്തരത്തിലുള്ള പേരുകളെ ഉണ്ടാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ പേരും കൂടെ കൂട്ടിയിട്ട് 400 ചില്ലാനം പേര് ഇമാം യൂസുഫ് നബ്ഹാനി ഇമാം ബൈത്താക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിന് ഷറഹ് എഴുതി ആ പേരെങ്ങനെ വായിക്കണം, അതിൻ്റെ നബുത്തുണ്ടല്ലോ, ആർക്ക് കസറ് കൊടുക്കണം, ഏതിന് നമ്മ് കൊടുക്കണം എന്നുള്ള നബുത്ത്, അതിൻ്റെ പുള്ളിയും മദ്ദും ശബ്ദം എല്ലാം വളരെ നബുത്താക്കിയിട്ട് ഇമാം യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹു ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മുമ്പ് തസാനീഫിൽ പരിചയ കിട്ടും. തങ്ങൾക്കുള്ള 400 ചില്ലാനും പേരുകൾ, അതിൽ 201 പേരെന്തിലുണ്ട്, ദലായിൽ ഖൈറാത്തിലുണ്ട്. ബാക്കി കഴിച്ചു ബാക്കിയല്ലേ കൊണ്ടു. ആ പേരുണ്ട്, എനിക്ക് ഓർമ്മയിലേക്കുണ്ടെന്നു. വഖദൂമിയ എന്നുകൊണ്ട് തങ്ങൾക്ക് പേര്, എന്നുവെച്ചാൽ അൽ അവ്വലു സാബിഖൂൻ, നബുവത്ത് കൊണ്ടും അള്ളാഹു സൃഷ്ടിക്കൽ കൊണ്ടും നബുവത്ത് കൊടുക്കൽ കൊണ്ടും ആദ്യത്തെ ആളെന്ന് അർത്ഥം. അത് അറബി ഭാഷയല്ല. വാഹിയദു എന്നുണ്ട്, വക്കീൽ അരിയതു എന്നുണ്ട്. യംനഉ നാറ ജഹന്നമ അൻ ഉമ്മത്തി എന്നാണ് അതിൻ്റെ അർത്ഥം. ഉമ്മത്തിനെ തൊട്ട് ജഹന്നമിൻ്റെ നാറിനെ തടുക്കുന്നവർ എന്നാണ്. വത്വാബ താബ എന്ന് പറഞ്ഞാൽ തയ്യിബുൻ, വളരെ മെച്ചപ്പെട്ടവർ, തയ്യിബായവർ എന്നാണ്. വഫീഹ, തൗറാത്തിലുണ്ട് ഐലൻ മുഹമ്മദുൻ ഹബീബുർ റഹ്മാൻ വവസ്ഫുഹു ഫീഹ ബില്ലഹൂഖ് ഐ തയ്യിബൻ നഫ്സ്. അതാ തങ്ങളുടെ പേര് ഹബീബുർ റഹ്മാൻ, തങ്ങൾക്കുള്ള വസ്ഫ് എന്താണ്? ലഹൂഖ് എന്ന് പറഞ്ഞാൽ ചിരിക്കുന്ന ആൾ. അതിൻ്റെ അർത്ഥം എന്താ? എപ്പോഴും സന്തോഷ പ്രകടനമാണ്, തയ്യിബൻ നഫ്സാണ്. അവരോട് മുഖം ചൊളിക്കലോ മറ്റുള്ള സ്വഭാവദൂഷ്യങ്ങളോ ഇല്ല. വഫീഹ ഐലൻ മുഹമ്മദ് ബിൻ അബ്ദില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മൗലിദുഹു ബിമക്കത്ത വമുഹാജറുഹു ഇലാ ത്വാബ വമുൽക്കുഹു ബിശ്ശാം വത്തൗറ. അടുത്ത് നിന്ന് മുഹമ്മദ് ബിൻ അബ്ദില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലാണ് അവിടുത്തെ ജനനം. ഹിജറ പോകുന്ന സ്ഥലം താബയിലാണ്. താബ എന്ന് പറഞ്ഞാൽ മദീനക്കുള്ള 51ഓളം പേരുണ്ട് മദീനക്ക്. വമുൽക്കുഹു ബിശ്ശാം, തങ്ങളുടെ അധികാരങ്ങൾ ഷാമിലേക്ക് എത്തുന്നു. ഇനി പോടത്തെ ഈ തൗറാത്ത് എന്നുള്ളത് എന്താ കലിമത്ത്? വത്തൗറാത്ത് കലിമത്തുൻ അബരിയത്തുൻ, അത് ഇബരി ഭാഷയാണ്, ശരിയായ അറബിയല്ല. മൗഹൂദത്തുൻ മിന തൗരിയത്ത്, തൗരിയത്ത് എന്ന് പറഞ്ഞാൽ ഒരു സാധനം അവ്യക്തമായിട്ട് പറയും, പരോക്ഷമായി പറയലാണ് തൗരിയത്ത് എന്ന് പറയാം. അപ്പോൾ വഹിയ കത്മാനു സിദ്ദി, രഹസ്യങ്ങളെ മറച്ചുവെക്കൽ എന്നാണ് അതിൻ്റെ അർത്ഥം. അത് അബി താരീൽ, താരീൽ എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥം വരുന്ന ഒരു കലിമത്ത് ഉപയോഗിക്കും, എന്നിട്ടോ അത് പറഞ്ഞിട്ട് മറ്റൊന്ന് ഉദ്ദേശിക്കും.
അത് ഭാഷൻ്റെ ഒരു ശൈലിയാണ്. അത് കളവ് വരാതിരിക്കാൻ വേണ്ടി എന്താക്കും, ആവശ്യമായ സ്ഥലത്ത് അത് ഹയ്യാൽ പറഞ്ഞില്ലേ, ഒരു വലിയനെ കൊല്ലാൻ വേണ്ടിയിട്ട് ശത്രുക്കൾ വന്നു, എന്നിട്ട് ഒരു സ്ഥലത്ത് കയറി ഒളിച്ച് അവർക്ക് സംരക്ഷണം കൊടുക്കൽ നമ്മളെ കടമയാണ്. അതെ, അത് മന്നജലോദീന്. എന്നിട്ട് അത് കാലിനടിയിൽ ഒളിച്ചോന്നാണ്. അതല്ല, ഇത് കൂടാണ്ട് ഹയ്യാൽ പറഞ്ഞെന്താന്ന്, അവരെവിടെ ഇല്ലാന്ന്, ഇവിടെ തന്നെ ഇവിടെയില്ല. പണ്ടൊരാളെ പൈസ വാങ്ങിയില്ല എന്ന്, ഒറ്റ നയ പൈസ ഞാൻ വാങ്ങിയില്ല. എണ്ണ വലിയ 500 ആരും നോട്ടുകളാ വാങ്ങിന്. നയ പൈസ വാങ്ങിയിട്ടില്ലല്ല, ഒരൊറ്റ നയ പൈസ വാങ്ങിയിട്ടില്ല. ഖുർആൻ പഠിച്ച് സത്യം ചെയ്യാം, വല്ലാഹി. അപ്പൊ തൗറാത്തിന് തൗറാത്ത് എന്നുള്ള പേര് വന്നെന്താ, ലിഅന്ന അക്സഹ തആരീദു മിൻ ഗൈരി തസ്രീഹിൻ, വളരെ വ്യക്തമായി പറയാതെ കണ്ട് തആരീദുകൾ ഉണ്ടാവും. ഈ സൂചിപ്പിച്ച് പറയൽ. വസ്മുഹു ഫിൽ ഇൻജീൽ, ഇൻജീലിൽ തങ്ങൾക്കുള്ള പേര് മുൻഹമിന എന്നാണ്. അത് മജാസിൻ്റെ ഒരു പറഞ്ഞാകും. അത് മുഖ്തസലില്ലേ, തസ്രീഹ് താരീദ് അങ്ങനെ പണ്ട് പ്രയോഗം. ഡയറക്റ്റ് അർത്ഥം പെട്ട് തെറ്റുന്നതെല്ലാം മജാസൊന്നുമല്ലോ. വമാനാഹു, ഈ മുൻഹമിനാൻ്റെ മാന എന്താ, ബി സുരിയാനി ഭാഷയിൽ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് അതിൻ്റെ അർത്ഥം. വഅൻ സുഹൈലിൻ മൗല ഖസ്മത റളിയല്ലാഹു അൻഹു ഖാല കുൻതു യതീമൻ ഫീ ഹജ്രി അമ്മി, ഞാൻ എൻ്റെ അമ്മിൻ്റെ മടിത്തട്ടിൽ വളരുന്നൊരു യതീമായിരുന്നു. അമ്മ എന്ന് പറഞ്ഞാൽ ബാപ്പാൻ്റെ ജ്യേഷ്ഠനോ അനുജനോ, ഇത് സഹോദരൻ. അങ്ങനെ ഫഅഖദതുൽ ഇൻജീല, ഞാനൊരു ദിവസം ഇൻജീലെടുത്ത്, ഫഖറഅതുഹു, എന്നിട്ട് വായിച്ച്, ഹത്താ മറത്തു ബിഹി വറക്കത്തുൻ മുൽസിഖത്തുൻ ബിഗറ, കൂട്ടി ഒട്ടിച്ച ഒരു കടലാസ് കണ്ട്. ഇങ്ങനെ പിടിച്ചിട്ട് കൂട്ടി ഒട്ടിക്കാൻ പിന്നോ അല്ലെങ്കിൽ പശയദേശത്ത് ഒട്ടിക്കാൻ, എന്താണ് അതിൻ്റെ ഉള്ളിൽ വായിക്കാതിരിക്കാൻ. അത് ജൂതന്മാർക്കൊരു സ്വഭാവമുണ്ട്, തങ്ങളെ പറയുമ്പോൾ അത് പറയാൻ പാടില്ല. മൂപ്പറെന്ന് പറഞ്ഞ് ഞാൻ വായിക്കുമ്പോൾ ഇതിങ്ങനെ പറിച്ചെടുത്തത്, ഒട്ടിച്ചത് വേണ്ടെന്ന് വെച്ച്. അതാ ഫറക്കത്ത് മുൽസക്കത്തിൻ. ഫതഖതുഹ, ആ കടലാസിനെ ഞാൻ എന്താക്കി, വേർപെടുത്തിയെടുത്തപ്പോൾ ഫവജദതു ഫീഹ വസ്ഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ വസ്ഫാണ് അവിടെ കണ്ടത്. അപ്പോഴേക്ക് അമ്മ വന്നു. ഫജാഅ അമ്മി ഫലമ്മാ റഅ അൽ വറക്കത്ത, ഈ വറക്കത്ത് പറിച്ചെടുത്തില്ല, ഇയാൾ ബോധപൂർവ്വം ഒട്ടിച്ചതാണല്ലോ ആരും വായിക്കാതിരിക്കാൻ. കണ്ടപ്പോൾ ഇത് പറിച്ചെടുത്തൊരു കുരുത്തക്കടയില്ലേ, അല്ലാഹുറബ്ബനി എന്നെ അടിച്ച്. വഖാല മാലക്ക, എന്താടാ അന്ന് എനിക്കത് പറിക്കാൻ. വഫത്ഹ ഹാദിഹിൽ വറക്ക, ഈ ഇത് തുറക്കാൻ നിനക്കെന്തധികാരം. വഖറഅതുഹ, അപ്പം മറച്ചു വച്ചിട്ടുണ്ടല്ലോ, അവിടെ വായിച്ചെന്താ, ഫഖുൽതു ഫീഹ വസ്ഫുൻ നബിയ്യി അഹ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വസ്ഫ് അതിലുണ്ട് എന്ന് പറഞ്ഞു. ഫഖാല, എന്നിട്ട് പറഞ്ഞെന്താ, ഇന്നഹു ലം യഅതി ബഅദു ഇലൽ ആൻ, ആ പറയപ്പെട്ട ആൾ ഇപ്പം വന്നിട്ടില്ല. ഇപ്പം ചോദിച്ചാലും പറയും വന്നിട്ടില്ല. വന്നിട്ട് എത്ര, 1500 ആൾ കൊല്ലെടുക്കാനായി. അപ്പറല്ല, ഇനി വരുന്നത്ര. അങ്ങനെ ജൂതന്മാർ കടവറില്ലാവണി, ആ ജൂതന്മാരെ ഭാരം പറ്റിയെന്ന് കുറച്ചാളെ ബിംബിച്ചത്. വഫിൽ ഇഞ്ചീല് ഐലൻ, ഇഞ്ചീലിൽ മറ്റൊരു പേരുണ്ട്, ഇസ്മുഹു ഖബത്ത്, എന്ന് വെച്ചാൽ യഫ്രിഖു ബൈനൽ ഹഖ് വൽ ബാത്തിൽ, ഹക്കിൻ്റെയും ബാത്തിലിൻ്റെയും ഇടയിൽ വേർതിരിക്കുന്ന ആൾ എന്ന് ആ വാക്കിൻ്റെ അർത്ഥം. ഇഞ്ചീൽ സുരിയാനി ഭാഷയാണ്. വസ്ഫുഹു ബിഅന്നഹു സാഹിബുൽ മിദ്റാഅത്തി വയർകബുൽ ഹിമാറ വൽ ബഈർ, പടയങ്കി ധരിക്കുന്നവരാണ്, കഴുതപ്പുറത്തും ഒട്ടകപ്പുറത്തൊക്കെ യാത്ര ചെയ്യുന്ന ആളാണ് എന്ന് വസ്ഫുണ്ട്. വഫിൽ ഇൻജീലിലുണ്ട്, ഇൻ അജബത്തുമൂനി വഫഹ്ഫളു വസിയത്തി വാന അതുൽബു റബ്ബി ഫയുഅതീകും ബാറകലീത്. അതായത് ഈസാ അലൈഹിസ്സലാമിനോട് പറയാൻ പറഞ്ഞതാണ്,
ഇൻ നജബത്തുമോനി, നിങ്ങൾ എനിക്ക് ഉത്തരം ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ എനിക്ക് ഉത്തരം ചെയ്യുന്ന കൂട്ടക്കാരാണെങ്കിൽ എന്ത് വേണം? അഹ്ഫദു വസിയത്തി, എൻ്റെ വസിയത്ത് നിങ്ങൾ മനഃപ്പാടമാക്കണം, കാത്തു സൂക്ഷിക്കണം. വാന അത്തുലുബുർ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് തേടുന്നു. ഫയുഅതീക്കും ബാറകലീത്ത് എന്ന് പറഞ്ഞാൽ ബാറകലീത്തിന് അല്ലാഹു തആല നിങ്ങൾക്ക് നൽകും. ഈ ബാറകലീത്താലാന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു പേരാണ്. നെക്ക് ലബുത്ത് വിട്ടോടെ യൂസുഫ് നബ്ഹാനി ഇമാമിൻ്റെ ആ പ്രവർത്തനത്തിൽ അവിടെ പരീത്തന്നുണ്ട് കിതാബിൻ്റെ പേരോർമ്മയില്ലാത്തതുകൊണ്ട്. ഇനി വബാറകലീത്ത് ലാ യജീഉക്കും മാലം അദ്ഹബ്, ഞാനിവിടുന്ന് പിരിയാത്ത കാലത്തോളം എന്താക്കൂല, ബാറകലീത്ത് വരൂല. ഈസാ അലൈഹി സ്വലാമിന് ഉയർത്തിയിട്ട് എത്ര 570 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ, ഫത്രത്തിന് ശേഷമല്ലേ വന്നത്. നമ്മൾ രണ്ടാൾ ഒന്നിച്ചുണ്ടാവില്ല. ആ ബാറകലീത്ത് എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു കഴിഞ്ഞാൽ ആലം എന്തൊക്കെ കുറ്റം ചെയ്യുന്നതിന് തങ്ങൾ വിമർശിക്കും, അതിനെ എതിർത്ത് സംസാരിക്കും. വലാ യഖൂലു മിൻ തിൽഖാഇ നഫ്സിഹി, തങ്ങളുടെ സ്വന്തം വകയായി ഒന്നും കെട്ടിയുണ്ടാക്കി പറയൂല. വലാകിന്നഹു മാ യസ്മഉ യുകല്ലിമുഹും ബിഹി വയഅതീഹിം ബിൽ ഹഖ്. അതാ വലാകിന്നഹു മാ യസ്മഉ, അള്ളാഹുവിൻ്റെ വക്കൽ നിന്ന് വഹിയായിട്ട് എന്താണോ കേൾക്കുന്നത് അത് മാത്രം യുകല്ലിമുഹും ബിഹി, അത് ജനങ്ങളോട് സംസാരിക്കും. വയഅതീഹിം ബിൽ ഹഖ്, ഹഖ് കൊണ്ടുവരും. വയുഖ്ബിറുഹും ബിൽ ഹവാദിസി വൽ ഖുയൂബ്, ലോകത്ത് സംഭവിക്കാൻ പോകുന്ന സംഭവങ്ങളും ഗൈബിയായ കാര്യങ്ങളും എന്താക്കും, അവർ പറഞ്ഞു തരികയും ചെയ്യും. ഐ വമാ ജാഅ ബിദാലിക വഖബറു ബിൽ ഹവാദിസ് വൽ ഖുയൂബ് ഇല്ല മുഹമ്മദ്. അപ്പോൾ ഇവിടെ എന്തായി, ആളെ പേര് കൊണ്ടില്ലല്ലോ. ബാറകലീത്തിനായക്കും ഓർമ്മ വന്ന് ഇന്ന് ചെയ്യുന്നില്ല. അതാ പറഞ്ഞത്, താഴെ സൂചന വാക്കുകളുണ്ടാവും. അത് പറയുന്നത് ഈ പറഞ്ഞതൊക്കെ ഒക്കുന്ന ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലാത്ത വേറെ ആരും വന്നിട്ടില്ല. വമിൻ ദാലിക മാ ജാഅ അൻ അത്താഇ ഇബ്നു യസാരിൻ, അത്താഇ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു താബഈങ്ങളിൽപ്പെട്ട വലിയ മഹാനാണ് ഇമാം അത്താഇ തങ്ങൾ. അവരുടെ ഉസ്താദാണ് ആര്? അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ അൽ-ആസ് റളിയല്ലാഹു അൻഹു. ഒരാദ്യം തൗറാത്ത് നന്നായി പഠിച്ച ആളാണ്. അബ്ദുല്ലാഹി ബിൻ സലാം തങ്ങളെ പോലെ തൗറാത്ത് നന്നായി പഠിച്ച ആളാണ്. അപ്പോൾ ഈ അത്താഹ് ചോദിച്ച്, തൗറാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹിനെ കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞു തരുമോ? അതാണ് ഫഖുൽതു അഖ്ബിർനി അൻ സിഫത്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫി തൗറാത്ത്. തൗറാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പറ്റി പറഞ്ഞ വാർത്ത എനിക്കൊന്ന് പഠിപ്പിച്ചു തരുമോ? കാല മുപ്പറവൻ അജൽ, റെഡി. അജൽ എന്ന് പറഞ്ഞ ഒരു സാധനം ചോദിച്ചാൽ വളരെ റെഡി, ഒട്ടും വൈകണ്ട. വല്ലാഹി, അതാ തുറന്ന്, വല്ലാഹി ഇന്നഹു ലമൗസൂഫുൻ ഫി തൗറാത്തി, തൗറാത്തിൽ വസ്ഫ് പറയപ്പെട്ടിട്ടുണ്ട്. ബിമാദ് സിഫത്തിഹി ഫിൽ ഖുർആൻ, ഖുർആനിൽ പറയപ്പെട്ടതിന് ചിലത്, അതായത് ഖുർആനിൽ പറഞ്ഞതിനോട് ആശയപ്പൊരുത്തമുള്ള ചില കാര്യങ്ങൾ എവിടെ ഉണ്ട്? തൗറാത്തിലുണ്ട്. എന്താണ്? യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ. ഇത് ഖുർആനിലുണ്ടല്ലോ, ഖുർആനിലുള്ള ആയത്താണ്. ഈ ആയത്തിനോട് ആശയപ്പൊരുത്തം എന്ന് പറഞ്ഞാൽ തൗറാത്തിൻ്റെ ഭാഷയിൽ ഇതാ അർത്ഥം വെക്കല്. അത് അറബീകരിച്ചാൽ ഈ അർത്ഥം കിട്ടും. എന്നിട്ട് പറഞ്ഞു, തങ്ങളെ ഷാഹിദായിക്കൊണ്ടും മുബശ്ശിറായിക്കൊണ്ടും നദീറായിക്കൊണ്ടും അയച്ചു. അതിൻ്റെ കൂടെ വഹിർസല്ലിൽ ഉമ്മിയ്യീൻ, എഴുത്തും വായനയും അറിയാത്തവർക്ക് തങ്ങളൊരു കാവൽക്കാരനാണ്. അവർക്ക് എഴുത്തും വായനയും പഠിപ്പിച്ചിട്ട് എന്താക്കും? കരകയറ്റും. അന്ത അബ്ദി വ റസൂലി, തങ്ങൾ എൻ്റെ അബ്ദും റസൂലുമാണ്. സമ്മൈത്തുക്കൽ മുത്തവക്കില എന്നാണ് ബിൽ മുത്തവക്കിൽ എന്നാണ് ഈ വാത്തി കാണുന്നത്. മുത്തവക്കിൽ എന്ന് പേരുണ്ട്. കാരണം തവക്കുല്, ശുക്ർ, സബർ എല്ലാ അഹ്വാലുകളുടെയും ഏറ്റവും വലിയ പൂർണ്ണമായി കൊടുക്കപ്പെട്ടവർ തങ്ങളാണല്ലോ. അപ്പോൾ മുത്തവക്കിൽ എന്ന്. ലൈസ ബിഫല്ലിൻ വലാ ഖലീലിൻ, എന്താ ഫല്ല് എന്ന് പറഞ്ഞാൽ സംസാരത്തിൽ കാഠിന്യമുള്ളവർ അല്ല. അതെ, വലൗ കുന്ത ഫല്ലൻ ഖലീലൽ ഖൽബി. അപ്പോൾ ഫല്ല് എന്നുള്ളത് സംസാരത്തിൻ്റെ ശൈലിയാണ്, ഖലീലോ കൽബിൻ്റെതാണ്. അപ്പോൾ ഫല്ലുമല്ല ഖലീലുമല്ല. വലൗ കുന്ത ഫല്ലൻ ഖലീലൻ ലം ഫല്ലൂ മിൻ ഹൗലിക്, തങ്ങൾ ഫല്ലും ഖലീലുമായി പോയെങ്കിൽ എന്താക്കും?
ആരും നിങ്ങളെ കൂട്ടത്തിൽ വരാതെ പിരിഞ്ഞു പോകുന്ന പറഞ്ഞു. പക്ഷെ ഇത്രയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹിച്ചിട്ട് എന്താക്കുന്നത് തങ്ങളെ കൂടെ തന്നെ നിൽക്കുന്നുണ്ടല്ലോ, അത് ഫള്ളുൻ ഖലീലും അല്ലാത്തത് കൊണ്ടാണ്. വലാ സഖാബിൻ ബിൽ അസ്വാഖ്, അങ്ങാടിയിൽ വെച്ചിട്ട് ഒച്ചത്തിൽ കൂക്കി വിളിച്ച് സംസാരിക്കുന്നവരല്ല. വലാ യദ്ഫഉ ബിസ്സയ്യിഅത്തി സയ്യിഅ, വല ഇതിൽ അക്ഷരപ്പെട്ട് ഒരുപാടുണ്ട്. മറ്റൊരാളുടെ സയ്യിഅത്തിൻ്റെ പകരം സയ്യിഅത്ത് കൊണ്ട് തിരിച്ചടിക്കൂല. വേറൊരാൾ മോശമായിട്ട് പറഞ്ഞാൽ അതേ ഭാഷയിൽ തിരിച്ചു കൊടുക്കൂല. വലാകിൻ യഅഫു വയഗ്ഫിർ, എങ്കിലും തങ്ങളതെന്താക്കും, മാപ്പാക്കും, പൊറുക്കുകയും ചെയ്യും. ഇനി അവർക്ക് ഡ്യൂട്ടി എന്താണ്? വലൻ യക്മിലഹുല്ലാഹു തആല ഹത്താ യുഖീമ ബിഹിൽ മില്ലത്തൽ ഔജാഅ. ഇപ്പം വളവും തിരിവും സംഭവിച്ച മില്ലത്ത്, അതായത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ മില്ലത്താണ് ഉണ്ടായിരുന്നത്, മക്കയിലുണ്ടായിരുന്നത്. അതിനുശേഷം ഇസ്മായിൽ അലൈഹി ഇസ്ലാമും കൊണ്ടുവന്നു. പിന്നീട് അംർ ബിൻ ലുഅയ്യ് വന്നതിന് ശേഷം എന്താക്കിയത്, അതിൽ പലതും വെച്ച് കെട്ടിയിട്ട് അനിസ്ലാമികമാക്കി മറിച്ചത്. അതെന്താക്കും, അതെല്ലാം തള്ളിക്കളഞ്ഞിട്ട് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ മില്ലത്തിലേക്ക് തന്നെ എത്തിക്കും. അതാണ് വളവും തിരിവും സംഭവിച്ച മില്ലത്തെ തങ്ങളങ്ങോട്ട് ചൊവ്വാക്കും. എങ്ങനെയാന്ന് പറഞ്ഞു കൊടുക്കൽ? ബി അൻ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് അതിനെ ഒരു അടിസ്ഥാനമാക്കിയിട്ട് വെച്ചിട്ട് യഫ്തഹു ബിഹി അഅ്യുനൻ ഉംയൻ, ഹക്കിനെ തൊട്ട് കുരുടായ കുറേ കണ്ണുകളുണ്ട്, ആ കണ്ണിനങ്ങ് തുറക്കും. ഈ കണ്ണല്ല അവിടെ അത് ഒരു ബാഹ്യ ചികിത്സ, അതിന് ഉമ്മൻ ഡോക്ടറെയോ അല്ലെങ്കിൽ മറ്റേ സൺറൈസിലേക്കട്ടം പോയാൽ അവിടെ ചികിത്സിക്കണം, തന്നെ വേണമെന്നില്ല. അവിടെ ആവൂല എന്നർത്ഥത്തിനല്ല, അതവിടെ ലക്ഷ്യമല്ല. ആദാനം സുമ്മൻ, അതുപോലെ ബധിരമായ കാതുകളുണ്ടല്ലോ. അതെ അതെ, അവനെ അതാവെന്ന് പറഞ്ഞത്. പക്ഷെ തേക്കപ്പെട്ടതിന് ഉദ്ദേശം അതല്ലല്ലോ. വാദാനം സുമ്മൻ വഖുലൂബൻ ഗുൽഫാ എന്ന് പറഞ്ഞാൽ ഹക്കിനെ തൊട്ട് മൂടപ്പെട്ട് കിടക്കുന്ന ഇത് കൽബുകളെയും തുറക്കും. ആ ഉത്തരവാദിത്തം നിർവഹിച്ചിട്ടേ തങ്ങൾ ഇവിടുന്ന് പിരിയുള്ളൂ. ഇതാരെ വക്കെന്ന് കേട്ട് അബ്ദുല്ലാഹിബിനു അംർ ബിൻ അൽ-ആസ് തങ്ങളുടെ വക്കൽ നിന്ന് അത്താഴ് തങ്ങൾ കേട്ടു. ഇനി എന്താക്കാം, വേറൊരാളെ സമീപിച്ച ഇത് തന്നെയാണോ പറയാൻ നോക്കാം. കാല അത്താഴ് പറയുന്നു, സുമ്മ ലഖീതു കഅബൽ അഹ്ബാരി റളിയല്ലാഹു അൻഹുവിനെ ഞാൻ കണ്ടുമുട്ടി. ഫസഅൽതുഹു, അവരോടും ചോദിച്ച് ഈ ചോദ്യം. ഫമാ അഖ്തഫി ഹർഫിൻ, അപ്പോൾ അബ്ദുല്ലാഹിബിൻ അംർ ബിൻ അൽ-ആസ് പറഞ്ഞ വാക്കിൽ നിന്നുമാണ് ഒരു ഹർഫ് പോലും പിഴക്കാതെ മൂപ്പുറം പറഞ്ഞത്. അപ്പോൾ ഓർക്കെന്തായി, ഹദീസിന് ഷാഹിദായി. ഒന്നിന് തുല്യമായി മറ്റൊന്നും പറയുമ്പോൾ ഷാഹിദ്. വഫീ റിവായത്തിൻ കഅബിൻ, കഅബ് റളിയല്ലാഹുവിനെ തൊട്ട് പറഞ്ഞ റിവായത്തിൽ കുറച്ച് അധികം ഉണ്ട്. എന്താണുള്ളത്? വഅതി മഫഅലുത്തിൻ മഫാത്തിഹ, അവർക്ക് എല്ലാത്തിൻ്റെയും താക്കോൽ എന്ന് വെച്ചാൽ പരമാധികാരം അല്ലാഹു തആല ഏൽപ്പിച്ചിട്ടുണ്ട്. ലാ യുബ്സിറന്ന ബിഹി അഅ്യുനൻ അറാ, ചൽ കണ്ണിന് അവർ എന്ന് പറഞ്ഞാൽ എന്താ, ഒറ്റക്കണ്ണ്. ഹക്കിനെ കാണുന്ന കണ്ണും വേണം, ലാഹിർ കാണുന്ന കണ്ണു വേണം, ബാത്തിൻ അതായത് കണ്ണ് രണ്ടെണ്ണോ. ബാത്തിലേ കാണുള്ളൂ, ഹക്ക് കാണൂല. അപ്പോൾ എന്തായി, അവറായി. വയസ്മഅന ബിഹി ആദാനൻ സുമ്മ, കേൾക്കാത്ത കാതുകൾ കേൾപ്പിക്കുകയും ചെയ്യും. വയുഖീമ ബിഹി മില്ല സുന്നത്തൻ മുഅവജ്ജ, വളഞ്ഞു തിരിഞ്ഞു പോയ ആ മാർഗം ഉണ്ടല്ലോ അതിനെ ശരിപ്പെടുത്തും. ഇനിയോ യസ്ബിഖു ഹിൽമുഹു ജഹ്ലഹു, തങ്ങളുടെ സഹനശക്തി ഹിൽമുണ്ടല്ലോ അത് ജഹിലിനെ കീഴടക്കും, ജഹിലുണ്ടാവൂല. വലാ യസീദുഹു സിദ്ദത്തുൽ ജഹ്ലി അലൈഹി ഇല്ലാ ഹിൽമൻ, എത്ര കണ്ട് ജഹാലത്ത് കൂട്ടുന്നു അതുകൊണ്ട് ഹിൽമി പത്തെന്ന് വർദ്ധിക്കലുണ്ടായാലും. അത് പണ്ട് സയ്യിദ് ബിൻ സുഅനാന്റെ കിസ്സ പറഞ്ഞിട്ടില്ല, അത് നമ്മൾ എത്രയോ കേട്ടതാന്നല്ലോ. അതന്നെ ഇവിടെയും പറയുന്നു. വാൻ ബാലി അഹ്ബാറിൽ യഹൂദി, യഹൂദികളുടെ ചില പണ്ഡിതന്മാരെ തൊട്ട് വന്നിട്ട് അന്നഹു കാല, അദ്ദേഹം പറഞ്ഞു, വഖഫ്തു അലാ ജമീഇ മാ വസിഫ ബിഹി ഫി തൗറാത്ത്, തൗറാത്തിൽ പറയപ്പെട്ട എന്തെല്ലാം വസ്ഫുണ്ട് അത് മുഴുവനും ഞാൻ തങ്ങളിൽ കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞു. ഇല്ലാ ഹാദൈനി, രണ്ട് വസ്ഫൊഴി, ഇല്ലാ ഹാദൈനിൽ വസ്ഫൈനി. എന്താണ്? ഉപദ്രവം ചെയ്താൽ ഉപകാരം കൊണ്ടാണ് തിരിച്ചടിക്കുക. എത്രത്തോളം ജഹല് ചുമത്തുന്നു അതിനാണ് കാര്യം ഇൽമ വർദ്ധിക്കും. ഇത് പരീക്ഷിച്ചറിയേണ്ട കാര്യം, നോക്കിയാൽ കാണുന്നതല്ല. അതിന് അവസരം കാത്തിക്കുക. എന്നാൽ സയ്യിദ് ബിൻ സുഹൈല എന്ന ആള്
വകുന്തു അസ്തഹിൽ വഖൂഫ അലൈഹിമ, ആ രണ്ട് കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ഞാനിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു വിഭാഗം വന്നത്, ഇന്ന നാട്ടിൽ വളരെ പട്ടിണിയും ദാരിദ്ര്യവും കൂടിയിട്ടുണ്ട്, നമ്മൾ സാമ്പത്തിക ഒരു സഹായം അയച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അവരുടെ ഇമാം പോലും തെറ്റിപ്പോകും, അവരെ മറ്റാൾ തട്ടിക്കൊണ്ട് പോയി കളിയും, അതുകൊണ്ട് തങ്ങളെന്താക്കണം, നല്ലൊരു കളക്ഷൻ ഉണ്ടാക്കണം എന്ന് ആവശ്യപ്പെട്ടു. അതാണ് ഫജാഅഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ശഖ്സുൻ യത്ലുബു മിൻഹു മാ യസ്തഈനു ബിഹി ഫദക്കറ ലഹു. അപ്പം അത് പറഞ്ഞ് എന്താണ് ദാരിദ്ര്യം കയറിയിട്ട് വളരെ പട്ടിണി കഴിഞ്ഞുകൂടുന്നു, നല്ലൊരു സാമ്പത്തിക സഹായം ചെയ്തു കൊടുക്കണം. അപ്പം തങ്ങളെ കൈമ തൽക്കാലം കൊടുക്കാനല്ല, വായ്പ വാങ്ങണം. ഇന്ന് അവധി പറഞ്ഞിട്ട് വായ്പ വാങ്ങാം. അന്നഹു ലം യകുൻ ഇൻദഹു മാ യുഈനുഹു ബിഹി, കൊടുക്കാനുള്ളതില്ല, തങ്ങളെ കൈമലുണ്ടായിട്ടില്ല. ഫഖുൽതു, അപ്പം ഞാൻ പറഞ്ഞു, ഇത് തങ്ങളെ കാണാൻ വേണ്ടിയിട്ട് തങ്ങളെ ഈ പരീക്ഷിച്ചറിയാൻ വേണ്ടി കാത്തു നിൽക്കുന്ന സയ്യിദ് ബിൻ സുഹൈന പറയുന്നു, എൻ്റെ കൈമ പൈസ ഉണ്ട്, ഞാൻ കടം തരാമെന്ന്. അങ്ങോട്ട് കണ്ണിൽ പരീക്ഷിക്കലാണ് ആവശ്യം. ഹാദിഹി ദനാനീർ തദ്ഫഉഹാ ലഹു, ദാ കുറച്ച് ദീനാർ തരാം, തങ്ങൾ കൊടുത്തോ. വതകൂനു അലാ കദാ കദാ മിന തംരീൻ ലിയൗമി കദാ, ഇന്നാലിന്ന ദിവസം ഇതിൻ്റെ കണക്കാറ്റ് തമ്ര് കാരക്ക തരണമെന്നും പറഞ്ഞു. അമ്മ തങ്ങൾ കടം വാങ്ങിയതായി, അമ്മ അവധിക്കാതെ പിന്നെ കൊടുക്കണ്ടുള്ളൂ. അവധി എത്തുന്നതിന് മുമ്പ് ആളെ കൂട്ടത്തെ വന്നിട്ട് മാറി കൊടുത്ത് പൈസയും കൊടുക്കുന്നു. നിങ്ങൾ പൈസ വാങ്ങി മടക്കി കൊടുക്കാത്ത മാതിരിയാണ് ഇപ്പോഴത്തെ കാലം പോലെ. എനിക്കെന്താ വേണ്ടി, എനിക്ക് വാങ്ങി മടക്കി കൊടുക്കാണ്ടിരിക്കുന്നില്ലേ. ഫഅല, തങ്ങൾ കൊടുത്ത്. അവധി എത്തുന്നതിൻ്റെ 2-3 ദിവസം മുമ്പാണ് അത് പോയത്, ഇദ്ദേഹം പോയത്. ഫഅഖദ്തു മജാമി ഖമീസിഹി എന്ന് പറഞ്ഞാൽ ഇതായി തട്ടവും കമ്മീസും കൊണ്ട് കൂട്ടിപ്പിടിച്ചിട്ട് നമ്മൾ മാറ് പിടിച്ച് വാങ്ങലുണ്ടല്ലോ. അങ്ങനെ എല്ലാവരും മാറ് പിടിക്കുന്ന ആളായാലേ കൊടുത്താൽ കിട്ടുള്ളൂ. ഇപ്പം എങ്ങനെയായിന്. വനളർത്തു ഇലൈഹി, ഞാൻ തങ്ങളെ കണ്ടു നോക്കി, ബി വജ്ഹിൻ ഖലീദിൻ, വലിയ പേടിപ്പിക്കുന്ന പരുഷമായ മുഖം കൊണ്ട് നോക്കി. വഖുൽതു അലാ തഖ്ലീനി യാ മുഹമ്മദ് ഹഖി സല്ലല്ലാഹു അലൈഹി, എൻ്റെ ഹക്ക് തരൂലേ, എന്താ തരാത്ത? ദിവസമായിട്ടില്ലല്ലോ, 3 ദിവസം കൂടെ ബാക്കിയുണ്ടല്ലോ. അങ്ങനെ ഇന്നക്കും ഞാൻ ബനി അബ്ദുൽ മുത്തലിബ് അഹ്ലു മുത്തൽ, അബ്ദുൽ മുത്തലിബിൻ്റെ മക്കൾ വാങ്ങിയാ കൊടുക്കാത്തവര് അല്ലേ എന്നുണ്ട് ചീത്തയും പറഞ്ഞു. ഫഖാലലി ഉമർ, അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഇത് കണ്ടത് മുമ്പർക്ക് സഹിച്ചില്ല. ഐ അതുവല്ല തഖൂലു റസൂലില്ലാഹി, അല്ലാഹു റസൂലിനോട് നീ എന്താണ് സംസാരിച്ചത്, എന്താ നീ ഇപ്പം ചെയ്തത്? എനിക്ക് 3 തെറ്റാണ്. അവധി എത്തുന്നതിന് മുമ്പ് വന്നു, 2 തങ്ങളെ ആളുടെയിൽ മാറി പിടിച്ച്, എന്നിട്ടോ തങ്ങൾ കൊടുക്കാത്ത ആളാവാതെ. എന്താ കൊടുക്കാത്ത ആള്? അബ്ദുൽ മുത്തലിബിന്റെ മക്കള്. മാ അസ്മഉ, ഞാനെന്തല്ല കേട്ടുവിടുന്നു. വഹും ബി വഹമ്മ ബി ഇൻഷൽ, എന്നെന്തോ ഉപദ്രവിക്കാൻ വേണ്ടി, നല്ല ശിക്ഷ നൽകാൻ വേണ്ടി എന്താക്കി ഉമർ റളിയല്ലാഹു അൻഹു ഒരുങ്ങി. ഫനളറ ഇലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കി, ഫീ സുകൂൻ, വളരെ സാവധാനത്തിൽ, വതുഊദത്തിൻ, ഒരു എടുത്തുചാട്ടമോ ബദ്ധപ്പാടോ ഇല്ലാത്ത രീതിയിൽ, വതബസ്സമ, പുഞ്ചിരിച്ച്. എന്നിട്ട് പറഞ്ഞു, ഉമറെ ഒരു കാര്യം ചെയ്യണം, നിനക്ക് അനിവാര്യമായ ചില കാര്യമുണ്ട്, അത് നീ മനസ്സിലാക്കി. അദ്ദേഹത്തിന് അനിവാര്യമായ ചില കാര്യമുണ്ട്, അതും അയാൾ മനസ്സിലാക്കട്ടെ. എന്താണത്? ഡേറ്റ് ആകുമ്പോൾ കൊടുക്കണ്ടുള്ളൂ. ഇനി എന്നാൽ തന്നെ ആ പൈസ കിട്ടാനുണ്ടെന്ന് പറഞ്ഞാൽ പോരെ. ഇത് കൊടുക്കാത്ത ആളൊന്നുമല്ലല്ലോ, വാക്തത്വം ലംഘിക്കുന്നില്ലല്ലോ. അതാ വക്കാലം അന വഹുവ അഹ്വജു ഇലാ ഗൈരി ഹാദാ മിൻക, ഞാനും നിങ്ങളൊക്കെ ഇതെല്ലാം ആവശ്യമുള്ളത്. എന്താണ്? യാ ഉമറു അൻ തഅ്മുറനി ബിഹുസ്നിൽ അദാ, നീ എന്നോട് പറഞ്ഞോ കൃത്യമായിട്ട് കൊടുത്തേന്ന് എന്നോട് പറഞ്ഞാൽ മതി. വതഅ്മുറഹു ബിഹുസ്നി തലബി, നല്ല മര്യാദയോടുകൂടി ചോദിച്ചു വാങ്ങണമെന്ന് അദ്ദേഹത്തിനോടും പറഞ്ഞു. ഇതാണ് ഇവിടെ അനിവാര്യം, എന്നല്ലാണ്ട് അയാളെ കൊത്തലും കൊല്ലലും ഒന്നല്ല ലക്ഷ്യം. ഇദ്ഹബ്, നീ പോയിട്ട് വഫിഹി ഹക്കഹു, ഹക്ക് പൂർത്തിയാക്കിയിട്ട് കൊടുത്ത്, വസിദുഹു 20 സാൻ, 20 സാൻ അധികം കൊടുത്തെന്നു. 20 സാൻ മക്കാനമാ എന്നാന്ന് നീ ഒന്ന് പേടിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിനാ.
ഇത് കണ്ടപ്പോൾ ഫാസലമൽ യഹൂദിയു, ആ യഹൂദിയായ മനുഷ്യനെന്താക്കുന്നത് ഇസ്ലാമായി വദക്കൽ കിസ്സ പറഞ്ഞു. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചല്ല, നീ എവിടെയാ? ഞാൻ മദീനത്ത്. എന്താ പേര്? സയ്യിദ് ബിൻ സുവൈന. ആ വലിയ പണ്ഡിതൻ, അത് ദലാലുന്നുബുവത്തി പറഞ്ഞിട്ടുണ്ട്, ഷിഫയിലുള്ളുണ്ട്. ഇത്ര വലിയൊരാളായിട്ട് നീ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇങ്ങനെ അപമര്യാദയായി പെരുമാറിയത്? അത് ഞാൻ പരീക്ഷണം നടത്തിയതെന്ന്. അതുകൊണ്ട് അങ്ങോട്ട് കുരുത്തക്കേട് കാട്ടും തോറും ഇങ്ങോട്ട് സഹനശക്തിയും സമയം പ്രകടിപ്പിക്കുന്ന ആളാണ് എന്നുള്ളത് ഞാൻ കണ്ടറിയാം. അത് കേട്ടിട്ടേ ഉള്ളൂ, നേരത്തെ ആ കണ്ടറിയണം. ഇപ്പം കണ്ടില്ലേ, ഈ 20 സഹായം എനിക്കറിയല്ലേ ഇതിന് എന്നെ പഠിപ്പിച്ച വകയിൽ. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ സ്വത്ത് മുഴുവനും ഇസ്ലാമിനോട് ധർമ്മം ചെയ്യില്ലേ ഇത്. അമ്മാണ് ദലാലിന് നുബുവത്ത് കൊണ്ടുവന്നിട്ട് അത് മുഴുവനും വഹിക്കാൻ വേണ്ടി ഇവിടെ മുപ്പരാട് ചുരുക്കി. വഫി തൗറാത്തി ലാ യസാലുൽ മുൽക്കു ഫീ യഹൂദിൻ ഇലാ അൻ യജീഅ അല്ലദീ ഇയ്യാഹു തൻതളിറുൽ ഉമം. തൗറാത്തിലുണ്ട് യഹൂദികൾക്ക് അധികാരമുണ്ടാകും. എത്ര വരെ? ആ പ്രതീക്ഷിക്കുന്ന അവർ വരുന്നത് വരെ. പ്രതീക്ഷയിലിരിക്കുന്ന ഒരാളുണ്ടല്ലോ, ആരാണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഐ ലാ യസാലു അംറുഹും ളാഹിറൻ ഇലാ അൻ യജീഅ അല്ലദീ തൻതളിറുൽ ഉമമു. ഉമ്മത്തുകൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളുണ്ട്, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അവർ വരുന്നത് വരെ യഹൂദികൾക്ക് എന്തുണ്ട്? ചില അധികാരങ്ങളൊക്കെ ഉണ്ടാകും. തങ്ങൾ വന്നാൽ തങ്ങളെ കൂടെ കൂടുകയോ എന്ന അധികാരം തുടർന്നു പോകും, ഇല്ലേ? പിന്നെ അവർക്ക് വെച്ചിട്ടുണ്ട്. അൽ മുർസലിഹിം വഹുവ സയ്യിദുനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. വഫി തൗറാത്തി അയ്ലൻ സൗഫ ഉഖീമു നബിയ്യൻ മിസ്ലക മിൻ ഇഖ്വതിഹിം വജഅലു കലിമതി ഫീഹി. അള്ളാഹുവിൻ്റെ കലാമായിട്ടാണ് പറയുന്നത്. എന്താ? ഞാൻ അവരിലേക്ക് സ്ഥാപിക്കും ഒരു നബിനെ, നിങ്ങളെപ്പോലത്തെ ഒരു നബി, ഈസാ അലൈഹി ഇസ്ലാമിനെ പോലത്ത. മിൻ ഇഖ്വതിഹിം, അവരുടെ ഇഖ്വത്തിൽ നിന്ന്. അതെ, ബനു ഇസ്രായേലിൻ്റെ പാരമ്പര്യം ഏതാണ്? ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ മകൻ ഒന്ന് ഇസ്മായിൽ, ഒന്ന് ഇസ്ഹാക്ക്. ഇസ്ഹാക്കിൻ്റെ പാരമ്പര്യത്തിലാണ് നബി ഉള്ളത്. അപ്പം മറ്റൊരാരാണ്? സഹോദരനും സഹോദരൻ്റെ പുത്രന്മാർ വന്നു. അപ്പം അവർ നമ്മളെ കുടുംബത്തിൽപ്പെട്ടവരാണ് വരേണ്ടത് എന്ന് പ്രതീക്ഷിക്കുന്ന അർത്ഥയിലൂടെ സിൽസില മാറിയല്ലോ. വാജഅലു കലിമതി ഫീഹി, എൻ്റെ കലിമത്ത് തങ്ങളെ നാവിൽ കൂടി ഞാൻ എന്താക്കും? പ്രകടമാക്കും. വയ്യുമാ ഇൻസാനൻ ലം യുതിഅ കലാമഹു അൻതഖിമു മിൻഹു, ഏതൊരു മനുഷ്യനായാലും തങ്ങളെ വഴിപ്പെട്ടിട്ടില്ലെങ്കിൽ ഞാൻ ശിക്ഷ കൊടുക്കും. അതാ ഇനി ഇഖ്വതിഹിം എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് വഫി ഖൗലിഹി മിൻ ഇഖ്വതിഹിം എന്നല്ലേ, ഓരോ പാരമ്പര്യത്തിൽ നിന്നല്ലല്ലോ പറഞ്ഞു. ഇവർ സഹോദരൻ അമ്മിൻ്റെ മക്കളല്ലേറ്റല്ലേ വരിക? മനസ്സിലാകുന്നില്ല? ഇസ്മായിൽ അലൈഹിസ്സലാമും ഇസ്ഹാഖും ജ്യേഷ്ഠാഞ്ചന്മാരാണ്. ഇസ്ഹാഖിൽ കൂടിയാണ് യാക്കൂബ് വരുന്നത്. യാക്കൂബിൻ്റെ മക്കൾക്കാണ് ബനൂ ഇസ്രായേൽ, ഇസ്രായേലിൻ്റെ സന്താനം. അവരെന്താക്കി 12 മക്കൾ പല ശാഖയായിട്ട് വിശാലമായി പിരിഞ്ഞു. ആ കൂട്ടത്തിലാണ് ആര്? ഈസാ അലൈഹി സ്വലാം. അപ്പം നിങ്ങളെ കുടുംബത്തിലെല്ലാം നിങ്ങൾ ഇഖ്വത്താണ്. അത് റദ്ദുൻ അലൻ നസാറ സായിമീന അന്നർ റസൂലൽ മദ്കൂറ ഫി തൗറാത്തി ഹുവൽ മസീഹ്. നസാറാക്കൾ വാദിക്കുന്നുണ്ട് ആ പറയപ്പെട്ട റസൂൽ എന്ന് വേണ്ടത് ഏത്? തൗറാത്തിൽ പറഞ്ഞത് മൂസാ നബിനോട്, അത് ഈസാ നബി അലൈഹി സ്വലമിനെ പറ്റിയാണ് പറഞ്ഞത്. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ അതവർ തന്നെ അവർക്ക് റദ്ദായി. വവജ്ഹുർ റദ്ദി അന്നൽ മസീഹ് ലൈസ മിൻ ഇഖ്വതിൻ ബൽ മിൻഹു. ഈസാ അലൈഹിസ്സലാം ഓരോ ഇഖ്വത്തിൽപ്പെട്ടവരല്ല, ഓരോ കുടുംബം തന്നെയാണല്ലോ. എന്തുകൊണ്ട്? ലിയന്നഹു മിൻ നസ്ലി ദാവൂദ് അലൈഹിസ്സലാമിൻ്റെ സന്താനമാണ്. വബിമിസ്ലി ഹാദാ യുറദ്ദു അലാ ബഅദിൽ യഹൂദി സായിമീന അന്നൻ നബിയ്യൽ മദ്കൂറ ഫി തൗറാത്തി ഹുവ യൂശഅ ഇബ്നു നൂൻ അലൈഹിസ്സലാം. ചില ജൂതന്മാർ വാദിച്ചത് എന്താണ്? ആ പറയപ്പെട്ട നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല, യൂശഅ ഇബ്നു നൂൻ അവരാണ് എന്ന് വാദിച്ചിട്ടുണ്ട്. അവർക്കും റദ്ദാണ്. وقد قيل في تفسير قوله سبحانه وتعالى الذي يجدونه مكتوبا عندهم في التوراة والإنجيل. سورة الأعراف പറഞ്ഞല്ലോ, الذي يجدونه مكتوبا عندهم في التوراة والإنجيل.
തൗറാത്തിലും ഇൻജീലിലും അവർ എഴുതപ്പെട്ടതായിട്ട് കാണാം എന്ന്. ഐ അന്നഹും യജിദൂന നഅതഹു, തങ്ങളെ നഅത്തിനെ കാണും, തങ്ങളെ കാണൂലല്ലോ. എഴുതപ്പെട്ടാൽ തങ്ങളെല്ലാം കാണും, തങ്ങളെ നഅത്തല്ലേ കാണും. അപ്പോൾ യജിദൂനഹു എന്ന് പറയുമ്പോൾ നേത്ത് കാണുന്നല്ല അവിടെ പറയേണ്ടത്. അപ്പോൾ ഹൂന്നെന്തിനു പറഞ്ഞ് ആ നേത്ത് കണ്ടാൽ തങ്ങളെ കണ്ട പോലെ തന്നെ, തങ്ങളെ തന്നെ കണ്ട പോലെയാണ്. അതെ, അത് അതുപോലെ കാണാപ്പടം വരക്കുന്ന ആളുടെ ഭാവനയിൽ. അതല്ല പണ്ട് ദലാലുനുഭവത്തിൽ കുറേ ഫോട്ടോ കണ്ടതിൽ അത് കഴിഞ്ഞു പോയി. ആ പ്രയോഗം കണ്ടില്ലേ, യജിദൂന നഅതഹു എന്ന് പറയാ, ജിദൂനഹു തങ്ങളെ തന്നെ കിട്ടി. ഇനിയെന്താ, യഅ്മുറുഹും ബിൽ മഅറൂഫ്, മഅറൂഫായ കാര്യം, അത് ആയത്തിൻ്റെ ബാക്കി. വഹു മകാരിമുൽ അഖ്ലാഖി വസിലത്തുൽ അർഹാം, കുടുംബബന്ധം ചേർക്കണമെന്നും മകാരിമുൽ അഖ്ലാഖ് വെച്ച് പുലർത്തണമെന്നുമുള്ളതാണ്. ഇനി ആയത്തിനെന്താ, വയൻഹാഹും അനിൽ മുൻകർ, മുൻകറിനെ തൊട്ട് വിരോധിക്കുമെന്ന് പറഞ്ഞാൽ എന്താ, വഹുവ ശിർക്കു, ശിർക്കാണ്. ആയത്തിൻ്റെ തഫ്സീറാ പറയുന്നത്. വയഹില്ലു ലഹുമുത് ത്വയ്യിബാത്ത്, തയ്യിബാത്തിനെ അല്ലാഹു തആല അവർക്ക് ഹലാലായി കൊടുക്കും എന്ന് പറഞ്ഞാലോ, അതിന് മുമ്പ് ഹലാലായിട്ടില്ലേ. കുരുത്തക്കേട് കാട്ടിയപ്പോൾ എന്തായി, വബിളുൽമിൻ മിനല്ലദീന ഹാദു ഹറംനാ അലൈഹിം തയ്യിബാത്തിൻ ഉഹില്ലത് ലഹും. അപ്പോൾ ലൻ തനാലു മോദിയ അവസരത്തിൽ വിശാലമായിട്ട് ഇതിലുണ്ട് മറ്റേ തൻവീറുള്ളതാണ് തഫ്സീർ ഓതുമ്പോൾ. ഓരോ കുരുത്തക്കേട് കാട്ടിയോണ്ടാണ് തയ്യിബാത്ത് വിരോധിച്ചു, അന്നം മുടക്കി എന്ന് പറഞ്ഞില്ലേ. ആ പിടിച്ചു വെച്ച്, അതെ, ഹുക്മ കൊണ്ടെന്താക്കി, അത് നിരോധിച്ച് തിന്നാൻ പാടില്ല. അപ്പോൾ അവരെ കുരുത്തക്കേട് കാട്ടിയോണ്ട് അന്നം മുടക്കപ്പെട്ടു എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഓർക്കുന്നുണ്ട്, വല്ലാത്ത വഷളത്തരം തോന്നുന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞാൽ എന്താണ്, പണ്ടേ മുടക്കിയപ്പെട്ടെന്ന്. എന്നിട്ടാണല്ലോ ലൻ തനാലുൽ ബിർ കുല്ലു തആമി കാന ഹില്ലൻ ബനി ഇസ്രായീല ഇല്ലാ മാ ഹറമ ഇസ്രായീലു അലാ നഫ്സിഹി മിൻ ഖബ്ലി അൻ തുനസ്സല തൗറാ. എന്നിട്ട് ആ തൗറാത്തിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ അല്ലേ തങ്ങൾക്ക് തൗറാത്ത് കിട്ടൂല എന്ന് വിചാരിച്ചേ. ഖുൽ ഫഅ്തു ബിത്തൗറാത്തി ഫത്ലൂഹാ, എന്നാൽ തൗറാത്ത് എടുത്തിട്ട് എൻ്റെ മുമ്പിൽ വെച്ച് വായിക്കുന്നു. എന്നാൽ ഇപ്പം വായിക്കണ്ടാന്ന്, വായിച്ചാൽ പൊളിയുമല്ലോ. തൗറാത്തിലുണ്ടെന്നല്ലോ പറഞ്ഞേ, പണ്ടുള്ള ത്വയ്ഫയിലുണ്ടെന്ന് പറഞ്ഞാൽ മതി. ത്വയ്ഫത്തോണ്ടെന്ന് പറഞ്ഞാൽ ഇത്വയ്ഫല്ല, ത്വയ്ഫത്തുൽ വറുദിയ്യാണ്. ത്വയ്ഫത്തുൽ വറുദിയ്യ എന്ന് പറഞ്ഞാൽ 150 വൈത്തടങ്ങുന്ന നെഹവിൻ്റെ കിതാബാണ്. എന്നാൽ അതും കൊണ്ടുതരാമെന്ന് പറഞ്ഞു, ഇപ്പം കൊണ്ടുവരണ്ടെന്ന്. അതാണ് ഹറംനാലയും ഷഹമ് തടി നെയ്യുണ്ടല്ലോ, അത് ആദ്യം തയ്യിബാത്താണ്. പക്ഷേ കുരുത്തക്കേട് കാട്ടിയപ്പോൾ എന്തായി, അത്തരത്തിലുള്ള പോഷണ വസ്തുക്കളൊന്നും കഴിക്കണ്ടെന്നുള്ള തടഞ്ഞു. അതെന്താക്കി, നബി സല്ലല്ലാഹു അലൈഹി ആ ഹുക്മ അള്ളാഹിൻ്റെ കൽപ്പന പ്രകാരം എടുത്തു കളഞ്ഞു. അതാണ് ഇത് വയുഹില്ലു ലഹുമുത് തയ്യിബാത്ത്, അതായത് വഹിയ ശുഹൂമുല്ലത്തി ഹുരിമത് അലാ ബനി ഇസ്രായീൽ, ബനു ഇസ്രായേലിൻ്റെ മേലിൽ അവരെ കുരുത്തക്കേട് കാരണത്താൽ ഹറാമാക്കപ്പെട്ട ശുഹൂമിൻ്റെ നിയമം പിൻവലിച്ചു, ഹുക്മ പിൻവലിച്ചു. അപ്പം രക്തം തുടങ്ങിയത് ഉപയോഗിക്കാൻ പാടില്ല, ബാക്കിയെല്ലാം തടി നെയ്യ് എടുക്കാമല്ലോ. പാലിൻ്റെ നെയ്യ് വേറെ ഉണ്ട്, പാല് കൊണ്ടുണ്ടാക്കാൻ ക്ഷീരോൽപ്പന്നം വേറെയാണ്, തടി നെയ്യ് വേറെയാണ്. ഇനി പിന്നെ മാ ജഅലല്ലാഹു മിൻ ബഹീറത്തിൻ വലാ സായിബത്തിൻ വലാ വസീലത്തിൻ വലാ ഹാം എന്ന് പറഞ്ഞിട്ട് 5 ആദി ബിദ്അത്തുകളുണ്ടായിരുന്നു. ഇതൊക്കെ മാ ജഅലല്ലാഹു മിൻ ബഹീറത്തിൻ വലാ സായിബത്തിൻ വലാ വസീലത്തിൻ വലാ ഹാം, ഒന്നുമില്ല. അതും ആ നിയമങ്ങൾ, അതായത് വൽ ബഹീറത വസായിബത വൽ വസീലത വൽ ഹാം അല്ലത്തി ഹറമത്ഹൽ ജാഹിലിയ്യ, ജാഹിലിയ്യ കാലത്ത് അവരാണ് ഉണ്ടാക്കിയത്. അള്ളാഹു അങ്ങനെ നിയമം വെച്ചിട്ടില്ല. വയുഹരിമു അലൈഹിമുൽ ഖബായിസ് എന്ന് പറഞ്ഞത് ഖബായിസുകൾ ആ നബി വന്നിട്ട് ഹറാമാക്കും. എന്താ ഹറാമാക്കല്? അല്ലത്തി കാനത് തസ്തഹില്ലുഹൽ ജാഹിലിയ്യത്തു മിനൽ മൈതത്തി വദ്ദമി വലഹമിൽ ഖിൻസീർ. എന്തൊക്കെയുണ്ട്? 1 മൈത്തത്ത് ശവം, 2 രക്തം, 3 പന്നിമാംസം, ആ കൂട്ടത്തിൽ കള്ള്, അങ്ങനെ എല്ലാം ജാഹിലിയ കാലത്ത് ഹലാലാക്കി പോന്നിരുന്ന സാധനം എന്താക്കും? ഹറാമാക്കി പ്രഖ്യാപിക്കും. വയദഉ അൻഹും ഇസ്റഹും എന്ന് പറഞ്ഞല്ലോ, അവർക്ക് ഭാരമേറിയ ഹക്കാമ് ഇളവ് ചെയ്യും. എന്തിനാ? മിൻ തഹരീമിൽ അമലി യൗമസ് സബ്ത്, ശനിയാഴ്ച ദിവസം അമല് ഹറാമാക്കി. അപ്പോൾ
പള്ളിയിൽ പോക്ക് കഴിഞ്ഞിട്ട് എന്താക്കാം, അക്കാലത്ത് പോകാം. നമ്മക്ക് ജുമാൻ സമയത്ത് സ്റ്റോപ്പ് ചെയ്തു. ഫദറുൽ ബൈഅ. എന്നിട്ടോ ഫൈദ ഖുളിയത്തി സലാത്ത് ഫന്തശിറു ഫിൽ അർളി വബ്തഗൂ മിൻ ഫളില്ലാഹ്. ജുമാ കഴിഞ്ഞിട്ടാകുമ്പോൾ നിങ്ങൾ പോകുന്നെങ്കിലെല്ലാം പോയിക്കോ, എടുക്കുന്ന പണിയെല്ലാം എടുത്തോ, നല്ല ആമായ പെർമിഷൻ കിട്ടി. അതുപോലെ വഅദമി ഖബൂൽ ദിയത്തിൽ മഖ്തൂൽ. ഒരാളെ കൊല ചെയ്താൽ എന്താക്കും, പകരം കൊല്ലലാണ് അതിൻ്റെ അസീമത്ത്. അല്ല, അത് കാശമ്മലൊപ്പിക്കും ദിയത്ത് കൊടുത്തിട്ട്. അത് റുഖ്സയാണ്. ആ കാലത്ത് എന്തില്ല, ഈ റുഖ്സയില്ല, കൊലക്ക് കൊല തന്നെയാണ്. അപ്പോൾ മക്കത്തൂലിൻ്റെ ദിയത്ത് സ്വീകരിക്കാതിരിക്കൽ എന്നൊരു കടുപ്പുള്ള നിയമം ഉണ്ടായിരുന്നു. അതുപോലെ വായിഞ്ഞക്കത്തഴുമ അസാബഹുൽ ബൗല്, വസ്ത്രങ്ങൾക്ക് മൂത്രം തട്ടി അവിടെ നിന്ന് മുറിച്ച് കളയണമെന്ന്, കഴുകിയാൽ പോരാന്നാണ് പഴയ കാലത്തുള്ള നിയമം. അങ്ങനെ നമ്മൾ ഇന്നാൾ കിട്ടാൻ പോയിട്ടില്ലേ, ഇന്ന തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നാക്കും പുറത്ത് ഒരു വാള പോസ്റ്റ് വരും, മതിൽ എഴുതി വെക്കും. അതുപോലെ കോലം മറിക്കല്, വല്ലാത്ത കുരുത്തക്കെട്ട് കാട്ടിയാൽ കോലം മറിച്ച് കളയും. അങ്ങനെയുള്ള കടുപ്പുള്ള അതാണ് ആ തഹമിൽ അലൈന ഇസ്റൻ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബലിന. അതെ, അത് റഹ്മത്ത് കൊണ്ട് നമ്മുടെ ഉമ്മത്തിന് കിട്ടിക്കഴിഞ്ഞു. അതുപോലെ പള്ളിയിൽ വെച്ചേ എനിക്ക് ഇരിക്കാൻ പാടുള്ള ഉണ്ടാവില്ല. അതെ, 1000 ഖുസൂസിയത്ത് എണ്ണീട്ടുണ്ടല്ലോ, 1000 എണ്ണീട്ടുണ്ട്. സുയൂത്തി ഇമാമ് കുബറയിൽ ഇതിനെ കുറച്ച് നീണ്ടതാണ്, ഇപ്പം തീരും തോന്നില്ല. ഏത് നുഅ്മാൻ അസ്സബാഇ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. നമുക്കറിയേണ്ട ഒരു പേജോളുണ്ട്. ബഷീർ സാദ് കുറച്ച് വേണം വരട്ട്.